ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ്, ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഡേ വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ നാഷണൽ ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇതേ രാവിലെ ഇഫ്രോന് ഞാൻ സൗദി ആ ഒരു ഫ്ലാഗിൽ ഗ്രീനും വൈറ്റും അങ്ങനെ എല്ലാവരും ഇന്ന് നാഷണൽ ഡേയുടെ അന്ന് എല്ലാവരും ആ ഒരു കോംബോ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ അങ്ങനെ ഇതേ ഫുൾ പോകുന്ന വഴിക്കൊക്കെയും ഫുൾ ഗ്രീൻ ആയിരിക്കും. സൗദി ഫുൾ ഗ്രീൻ ആവുന്ന ഒരു ഡേ ആണ് നാഷണൽ ഡേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാൻ ഉമ്മി വാപ്പച്ചി ബിനിക്ക ഇഫ്രു അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കോബാർ പോവാണ്. അപ്പോൾ അവിടെ ഇന്ന് ഫയർ വർക്ക്സ് ഉണ്ട്, വെടിക്കെട്ടുണ്ട്. നല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കാണാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ നാഷണൽ ഡേയുടെ സമയത്ത് ഞങ്ങൾ ഉംറയ്ക്ക് പോയേക്കായിരുന്നു, ആ ഒരു ലീവ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാഷണൽ ഡേക്കും നമ്മുടെ പെരുന്നാളിനും ഒക്കെ ആയിരിക്കും ലീവ് ഉണ്ടാവുക, അല്ലാണ്ട് ഇടയ്ക്ക് അങ്ങനെ ലീവൊന്നും ഇക്കാക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ലീവൊക്കെ അടുപ്പിച്ച് കിട്ടുമ്പോഴത്തേക്കായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ലീവ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉംറയ്ക്ക് പോയി, ഇപ്രാവശ്യം എന്തായാലും എവിടെയും പോകുന്നില്ല. ഇവിടെയും കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഈ കോർണിഷ് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കോബാറിലേക്ക് പോകുന്ന വഴിക്ക് ഫുൾ തിരക്കാണ്. നമുക്ക് പതുക്കെ ഇത്രയും തിരക്ക് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല, ഇത്രയും ബ്ലോക്ക്. അപ്പോൾ അത്രയും തിരക്കാണ്. അപ്പോൾ ഫുൾ ബിൽഡിംഗ് എല്ലാം ഗ്രീൻ ലൈറ്റ് ആയിരിക്കും, എല്ലാ ബിൽഡിങ്ങും ഒക്കെ ഗ്രീൻ ആയിരിക്കും, ഗ്രീൻ ലൈറ്റ്സ് ആയിരിക്കും എല്ലാം എടുത്തിട്ടുണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ റോഡൊക്കെ ഫുൾ ബ്ലോക്കാക്കി. അവർ റോഡ് തന്നെ കുറേ തിരക്ക് കൂടുമ്പോഴത്തേക്കും പോലീസ് റോഡൊക്കെ ബ്ലോക്കാക്കും. അപ്പം അതിനു മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ, ഇക്കാക്ക് പിന്നെ ഇവിടുത്തെ വഴിയൊക്കെ കുറേ അറിയാവുന്നതുകൊണ്ട് ഷോർട്ട് കട്ട് വഴികളൊക്കെ ഇക്കാക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പം മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും അവിടെ എത്തൂല. അങ്ങനെ ഞങ്ങളിതേ അവിടേക്ക് അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റൂല കാറ്. പിന്നെ ഞങ്ങൾ ദൂരെ മാറിയാണ് കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം റോഡൊക്കെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടക്കണം. പോകുന്ന വഴിക്ക് ഫുൾ ഇരുട്ടായിരുന്നു. അവിടെ എവിടെയൊക്കെയോ ആണ് ഇക്ക പാർക്ക് ചെയ്തത്. ഇല്ലെങ്കിൽ അടുത്തൊന്നും നമുക്ക് നിൽക്കാനും പറ്റൂല, ആ ഒരു ടൈമിൽ അവിടെ എത്താനും പറ്റത്തില്ല. എല്ലാവരും തന്നെ, മിക്ക ആൾക്കാരും തന്നെ ഇങ്ങനെ ദൂരെ മാറിയൊക്കെ കാർ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് നടന്നു വരുന്നത്. അപ്പം ഇതൊക്കെ കോർണിഷിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു വെടിക്കെട്ടുള്ളത്, ഫയർ വർക്ക്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തി. ഒരു 9 മണിക്കൊക്കെ ആയിരുന്നു ആ ഒരു പ്രോഗ്രാം. നമ്മൾ ഒരു 7:30 തന്നെ ആയപ്പോഴത്തേക്ക് 7:45 നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വന്നാലേ ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലേ പിന്നെ കുറച്ചുകൂടെ ലേറ്റായി കഴിഞ്ഞാൽ പോലീസ് കുറേയൊക്കെ റോഡ് ബ്ലോക്കാക്കി കളയും, പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആവും ഫുൾ കാറൊക്കെ വന്നിട്ട്. അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ അത് കാണുന്നുണ്ട്. അവിടെ ഒരു ഫുൾ വൈറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ പിയാനോ ഒക്കെ അതെന്താന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു ഫസ്റ്റ് കണ്ടപ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിനായിട്ട് ഈ ഫയർ വർക്ക്സ് കാണാനാണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഇന്ന് ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞ് വരുന്ന സമയമാണ്. എന്നാലും ചൂടുണ്ട്, എന്നാലും കുറച്ച് കുറവാണ്. പിന്നെ ഇവിടെ അതിൻ്റെ മുകളിലായിട്ട് കുറേ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഈ സൗദി ട്രഡീഷണൽ ഡാൻസ് ഉണ്ടല്ലോ, അത് അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പാട്ടൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കോർണിഷിൻ്റെ ആ സൈഡിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അവിടെയാണ് ഇതാ കാണുന്ന ഒരു ഗ്രീൻ ലൈറ്റായിട്ട് അവിടെ കാണുന്നുണ്ട് ദൂരെ, അവിടെയാണ് ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് പിന്നെ ഇപ്പുറത്തോട്ട് വന്നതാണ്. പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ആൾക്കാർ ഇവിടെ കണ്ടിട്ടില്ല കോർണിഷിൽ. ഈ ഒരു സൈഡിൽ കുറേ സൈഡിലൊക്കെ കുറേ ആൾക്കാർ വീക്കെൻഡ്സിൽ കാണും, ചില സൈഡിലൊന്നും ഒട്ടും ആൾക്കാർ കാണില്ല. അതിങ്ങനെ ഈ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നിറച്ചും അവിടെ ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഈ ഒരു ഫയർ വർക്ക്സ് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ ക്രൗഡഡായിട്ട് ഏരിയയാണ്, ഫുൾ ക്രൗഡഡായിട്ട് നിൽക്കുകയാണ്. ഇഫ്രുവിന് പിന്നെ ആരോ പോകുന്ന വഴിക്ക് ഒരു ലോലിപോപ്പ് എടുത്തു. അതുവരെ ഇഫ്രു കുറച്ച് ബഹളമൊക്കെ ആയിരുന്നു. ആ ലോലിപോപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ അത് കയ്യിലുള്ളത് കൊണ്ട് അതിങ്ങനെ കഴിച്ച് കുറേ നേരം അങ്ങനെ നടക്കുകയായിരുന്നു ആൾ. പിന്നെ ഇഫ്രു ആദ്യമായിട്ടാണ് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കാണാൻ പോകുന്നത്. ഇഫ്രു ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും.
അപ്പം ഞാനും കുറേ വർഷത്തിന് ശേഷം എന്തോ കാണുന്നത്. ഞാൻ എൻ്റെ ഉമ്മയുടെ നാട്ടിൽ ചന്ദനക്കുടം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഫയർ വർക്ക്സ്, അവിടെ ചന്ദനക്കുടം കഴിയുന്ന ദിവസം ഇതുണ്ടാവും, വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ഇത് കാണാൻ പോകുന്നത്. കുറേ വർഷത്തിന് ശേഷമാണ്. ഇപ്പോൾ ഇഫ്രു ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ ആണെങ്കിൽ പല കോസ്റ്റ്യൂമിലായിരിക്കും. ഭയങ്കര രസമാണ് കാണാനായിട്ട്, തലയിൽ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ 9 മണിക്കായിരുന്നു ഫയർ വർക്ക് തുടങ്ങുന്ന ടൈം. അപ്പോൾ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഇഫ്രൂനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ തന്നെ നോക്കിക്കൊണ്ട് ആൾ നിൽക്കുകയായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇത് കറക്റ്റ് 7 മിനിറ്റ്സാണ് അവർ ഫയർ വർക്ക്സിൻ്റെ ടൈം വെച്ചിരുന്നത്. ആ ഒരു 7 മിനിറ്റ്സിൽ കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും തിരക്കിൽ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞതും ആൾക്കാരെല്ലാവരും തിരിച്ചു പോകുന്നു. എല്ലാവരും ഒരുമിച്ച് തിരിച്ചു പോകുന്നു. ഇഫ്രുവാണ് അതിൻ്റെ ഇടക്കോട്ട് പോകുമ്പം ഞാൻ പിടിച്ചിതാക്കി. എല്ലാവരും തിരിച്ചതേപോലെ അവിടെ നിന്നും ആൾക്കാരെല്ലാവരും അങ്ങനെ പോകുമായിരുന്നു. അത് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇത്രയും. പിന്നെന്താ, അങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം അന്വേഷിച്ചു പോയി. നല്ല ദാഹമുണ്ട്, അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് നല്ല ദാഹമുണ്ട്. പക്ഷേ വെള്ളമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ ഈ കോർണിഷിൻ്റെ അടുത്ത് ബക്കാലയോ ബൂഫിയോ അങ്ങനത്തെ ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം അന്വേഷിച്ചിട്ട് പോയിട്ട് അതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു നമ്മളങ്ങോട്ട് പോയപ്പോഴത്തേക്കും. അപ്പം പിയാനോ ഒക്കെ വെച്ചിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പെണ്ണാണ് അവിടെ ഇരുന്നിട്ട് ആ ഒരു പിയാനോ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കൂടി നിന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ നടന്നു വന്നിട്ട് കാലൊക്കെ വേദന എടുത്തിട്ട് പോയാൽ, എന്നാലും കണ്ടല്ലേന്ന് വെച്ചിട്ട് കുറച്ചു നേരം പിന്നെ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് പോയിട്ടോ. പിന്നെ കുറച്ച് നേരം എന്നിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.